രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നോട് ഒരുപാട് പേര് എന്നെ വിളിക്കുകയും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്തു. സാറേ, സ്ത്രീകൾ തുളസിമാല ധരിക്കാമോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, സ്ത്രീകൾ തുളസിമാല ധരിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ആരും പുരുഷന്മാര് തുളസിമാല ധരിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാത്തത്? സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് പീരിയഡ്സ് ഉണ്ട്, അശുദ്ധി ഉണ്ട്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, സ്ത്രീകൾക്ക് തുളസിമാല ധരിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. സ്ത്രീക്ക് അശുദ്ധി ഉണ്ടെങ്കിൽ, നിങ്ങൾ വിവാഹിതയാണെങ്കിൽ അശുദ്ധയായ പീരിയഡ്സ് ഉള്ള സ്ത്രീയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പുരുഷനും തുളസിമാല ധരിക്കാമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: സ്ത്രീകൾക്കും പുരുഷനും തുളസിമാല ധരിക്കാമോ എന്നാണ് ചോദിക്കേണ്ടത്. ഞാൻ അതിലേക്ക് വരാം. ആദ്യമേ ഞാൻ ഒരു കാര്യം പറയട്ടെ. തുളസി പരമപവിത്രമാണ്. പരമപവിത്രമാണ് തുളസി എന്ന് പറയുന്നത്. ഈ തുളസിയുടെ സമീപത്തുകൂടി പീരിയഡ്സ് ആയ സ്ത്രീ പോയാൽ അത് പട്ടുപോകും എന്നാണ് വിശ്വാസം. നമ്മളിതിൽ പറയുന്നത് എങ്ങനെയാണ്? പട്ടുപോകും എന്നാണ് വിശ്വാസം. അത്രയ്ക്ക് ശുദ്ധി ഉള്ളതാണ് തുളസി. ഇനി പട്ടുപോകുമോ ഇല്ലയോ അത് പരീക്ഷിക്കാനൊരു പീരിയഡ്സ് ആയ സ്ത്രീയെ തുളസിയുടെ മുമ്പിൽ കൂടെ നടത്തിക്കാനൊന്നും ഞാൻ ആളല്ല. ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ തുളസി മാല ധരിക്കുന്നവര് ഇറച്ചി കഴിക്കാൻ പാടില്ല, മദ്യം കഴിക്കാൻ പാടില്ല, ചോക്ലേറ്റ് കഴിച്ചുകൂടാ, ചായ കുടിച്ചുകൂടാ, കോഫി കുടിച്ചുകൂടാ. പിന്നെ ചില സംഘടനകൾ പറയും ഉള്ളി കഴിച്ചുകൂടാ, വെളുത്തുള്ളി കഴിച്ചുകൂടാ. അതായത് താമസികമായ യാതൊരു ആഹാരങ്ങളും തുളസി മാല ധരിക്കുന്നവര് കഴിക്കാൻ പാടില്ല. നിങ്ങൾ ഇറച്ചി, മീന്, ഉള്ളി, വെളുത്തുള്ളി കഴിക്കാമോ എന്നൊരു വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി ഒരു സംഘടനകളാണ് പറയുന്നത്. മദ്യം കഴിക്കരുത്, ചോക്ലേറ്റ് കഴിക്കരുത്, ചായ കുടിച്ചുകൂടാ, കോഫി കുടിച്ചുകൂടാ. അങ്ങനെ താമസിക ആഹാരങ്ങൾ, പിന്നെ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കഴിച്ചുകൂടാ. അത് താമസിക ആഹാരമാണ്. ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്നെടുത്ത് ചൂടാക്കി കഴിക്കുന്നതെല്ലാം താമസികമായ ആഹാരങ്ങളാണ്. അത് ഒരു കാരണവശാലും തുളസിമാല ധരിക്കുന്നവർ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ തുളസിമാല ധരിക്കുന്നവരാണെങ്കിൽ തലേന്നത്തെ ചോറെടുത്തോ തലേന്നത്തെ അവിയലെടുത്തോ ചൂടാക്കി നിങ്ങൾ കഴിക്കാൻ പാടില്ല. മദ്യവും അതേ കണക്ക് മദ്യം കഴിക്കാൻ പാടില്ല. ഇന്ന് മദ്യം പുരുഷന്മാർ മാത്രമല്ല കഴിക്കുന്ന സ്ത്രീകളും ഉണ്ട്. പിന്നെ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് ചൂതുകളി പാടില്ല. അതിപ്പോൾ ഇവിടെ പ്രസക്തിയില്ല. സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ ചൂത് കളിക്കാൻ പോകണോ എനിക്കറിയില്ല. ചൂതുകളി പാടില്ല. അതേ കണക്ക് തന്നെ ബ്രഹ്മചര്യം പാലിക്കണം. നിങ്ങളിൽ എത്ര പേർക്ക് പറ്റും എന്ന് എനിക്കറിയില്ല. തുളസി മാല ധരിക്കുന്നവര് ബ്രഹ്മചര്യം പാലിക്കണം. മറ്റുള്ളവരെ, പ്രത്യേകിച്ചും അവിഹിത ബന്ധങ്ങൾ ഒരു കാരണവശാലും പാടില്ല. അവിഹിത ബന്ധങ്ങൾ ഒരു കാരണവശാലും പാടില്ല. നിങ്ങൾ തുളസിമാല ധരിക്കുന്ന സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കല്യാണം കഴിച്ചവരാണ്, ദാമ്പത്യത്തിൽ തൃപ്തിയില്ലെങ്കിലും മറ്റൊരു സ്ത്രീയോ മറ്റൊരു പുരുഷനെയോ മനസാ വാച കർമ്മണ വിചാരിക്കാൻ പാടില്ല. നല്ല ബ്രഹ്മചര്യം പാലിക്കണം. തുളസി മാല നിലത്ത് വീഴാൻ പാടില്ല. അത് നിലത്ത് തൊടാനും പാടില്ല. കുളിക്കുമ്പോൾ ധരിക്കരുത്, ഉറങ്ങുമ്പോൾ ധരിക്കരുത്. പീരിയഡ്സ് ടൈമിൽ അതിനെ തൊടാൻ പാടില്ല. പീരിയഡ്സിന് മുമ്പ് അത് ഊരി വെച്ചേക്കണം 2 ദിവസം മുമ്പ്. പീരിയഡ്സ് ടൈമിൽ ഇതിനെ തൊടാൻ പാടില്ല. ഇത് തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് ആണ് വരുന്നത്. മനസ്സിലായില്ലേ? മുച്ചൂടും മുടിയാൻ വേറെ ഒന്നും വേണ്ട. നെഗറ്റീവ് എഫക്റ്റ് ആണ്. പീരിയഡ്സ് ആയിട്ട് ഒരു കാരണവശാലും തൊടാൻ പാടില്ല. തുളസി ധരിക്കുന്നതിന് മുമ്പ് ഗംഗാജലത്തിൽ മുക്കി പരിശുദ്ധമാക്കിയിട്ട് വേണം ധരിക്കാൻ. ഗംഗാജലത്തിൽ മുക്കി
പരിശുദ്ധമാക്കിയിട്ട് വേണം ധരിക്കാൻ. തുളസി മാല ധരിക്കുന്നവർക്ക് മനോശുദ്ധി നിർബന്ധമാണ്. അവർ മറ്റൊരാളെ കുറ്റം പറയാൻ പാടില്ല, കോപിക്കാൻ പാടില്ല, മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. എന്ന് നമ്മുടെ ഭാഷ പറഞ്ഞാൽ എപ്പോഴും നല്ല വൃത്തിയുള്ളവരായിരിക്കണം. രാവിലെ, ഉച്ചയ്ക്കും വൈകുന്നേരവും 3 നേരം നിങ്ങൾ കുളിക്കണം. അല്ലെങ്കിൽ 1 നേരം തല കുളിക്കുക, 2 നേരം നിങ്ങൾ ദേഹം കഴുകുക. തുളസി മാല ധരിക്കുന്നവർ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരണം. ഉണർന്ന് തുളസിക്ക് വെള്ളമൊഴിച്ച് നിങ്ങൾ രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് തുളസിക്ക് വെള്ളമൊഴിച്ച് തുളസി തറയിൽ തിരി കൊളുത്തണം. എന്നിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ നല്ലതുപോലെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? പ്രാർത്ഥിക്കണം. തുളസി മാല ഇട്ടുകൊണ്ട് ഒരു കാരണവശാലും ശാരീരികമായ ബന്ധങ്ങളിൽ ഏർപ്പെടരുത്, കൊടും പാപം. ഇനി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. സാറേ, സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാര് തുളസി മാല ധരിക്കാമോ? ഇതൊക്കെ നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ധരിച്ചോളൂ, യാതൊരു കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റും. അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോക്ലേറ്റ് കഴിക്കരുത്, ചായ കുടിക്കരുത്, കോഫി കുടിക്കരുത്, ഇറച്ചി, മീന് ഇത് കഴിക്കരുത്. മനഃശുദ്ധി വേണം. മറ്റു പുരുഷന്മാരെയോ സ്ത്രീകളെയോ മനസാ വാച കർമ്മണ വിചാരിക്കാൻ പാടില്ല. കഴിയുന്നത്ര ബ്രഹ്മചര്യം പാലിക്കണം. കുളിക്കുമ്പം ധരിക്കരുത്, ഉറങ്ങുമ്പം ധരിക്കരുത്. മനോശുദ്ധി വേണം. ആരെയും കുറ്റം പറയരുത്, കോപിക്കരുത്, മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കരുത്. 3 നേരം കുളി വേണം. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരണം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തുളസി മാല ധരിച്ചു കൊള്ളൂ. പറ്റത്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ധരിക്കരുത്. ഇനി നമ്മൾ അടുത്ത 2 കാര്യങ്ങളിലേക്ക് ഞാൻ വരാൻ പോവാണ്. ഒന്നാമത്തെ കാര്യം, ലാസ്റ്റത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം, ശാസ്ത്രീയമായിട്ട് തുളസിക്ക് ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടെന്ന് പറയുന്നേക്കാം. ഇത് ഗർഭിണികൾ ധരിക്കരുത്, ഗർഭിണികളായിട്ടുള്ളവർ തുളസി ഇല കഴിക്കുകയും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഗർഭിണികൾ ധരിക്കരുത്, അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കും, ഭ്രൂണത്തെ ബാധിക്കും. ഇത് 2 രീതിയിൽ അഭിപ്രായമുണ്ട്. ചിലർ ധരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, തുളസി ഉള്ളിൽ ചെന്നാലാണ് കുഴപ്പമെന്ന് ഒരു കൂട്ടർ, ധരിക്കുന്നത് കുഴപ്പമുണ്ടെന്ന് പറയുന്നുണ്ട്. ചിലർ ഈ തുളസിമാല ഉള്ളത് കൊണ്ട് നമ്മളെപ്പോഴും ഈ തുളസിക്കകത്ത് ഇത് ജപമൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ അംശങ്ങൾ പറ്റി ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ട്. എനിവേ, സയൻസ് അങ്ങനെയാണ് പറയുന്നത്. അതേ കണക്ക് തന്നെ ഡയബറ്റിക് പേഷ്യൻസ് തുളസിമാല ധരിക്കരുതെന്ന് പറയുന്നത് കേൾക്കാം, തുളസി അധികം കഴിക്കരുതെന്നും പറയുന്നത് കേൾക്കാം. ഹീമോഗ്ലോബിൻ കുറവുള്ളവർ തുളസി ധരിക്കരുത്. ചിലർ പറയാം ധരിക്കാം പക്ഷെ കഴിക്കരുത് എന്ന് പറയാം. നല്ലതുപോലെ പിടിയിട്ടില്ലേ? ലിവറിന് കുഴപ്പമുള്ളവർ തുളസിമാല ധരിക്കരുത്, അല്ലെങ്കിൽ തുളസി കഴിക്കരുത് എന്ന് പറയുന്നത് കേൾക്കാം. ഇതൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ വരാം. അതായത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് തുളസിയുടെ ഇല പിച്ചുന്നത് ഭഗവാന്റെ കഴുത്തിൽ ചാർത്തുന്നതിനു വേണ്ടി മാത്രം, അല്ലാതെ ഒരു കാരണവശാലും തുളസി ഇല പിച്ചാൻ പാടില്ല. ഈവൻ നമ്മൾ പനി ചുമയൊക്കെ വരുമ്പോൾ മുറ്റത്ത് നിൽക്കുന്ന തുളസി പിച്ച് എടുക്കാറുണ്ട്, ഇല്ല. തുളസി ഇല പിച്ചുന്നത് ഭഗവാന് സമർപ്പിക്കാൻ. അപ്പോൾ തുളസിക്ക് സന്തോഷമാണ്, ഭഗവാന്റെ മാറിലേക്കാണ് പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ തുളസിത്തറയുണ്ട്. ഞാൻ എല്ലാ ദിവസവും തുളസിത്തറയിൽ വിളക്ക് കത്തിക്കും. പ്രസീത തുളസീദേവി പ്രസീത എന്ന് പറയുന്ന ആ മന്ത്രവും, മനസ്സിലായില്ലേ? അങ്ങനെ തുളസി ദേവിയെ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ നിത്യവും ചൊല്ലുന്ന ഒരാളാണ് ഞാൻ ഒരിക്കൽ പോലും ഇന്നുവരെ തുളസിയിൽ നിന്ന് ഒരില ഞാൻ പിച്ചിയിട്ടില്ല. എൻ്റെ വീട്ടിൽ തുളസി തറയും അതിൻ്റെ കൂടെ ചേർന്ന് പ്രത്യേക തുളസിയും എല്ലാം ഉണ്ട്. ഒരില പോലും ഞാൻ പിച്ചിയിട്ടില്ല. ഓർമ്മിക്കുക, 8 വർഷം വരെയാണ് ഒരു തുളസി ചെടിക്ക് പരമാവധി ആയുസുള്ളത്. അങ്ങ് അത്രയും നിൽക്കാറില്ല. 8 വർഷം വരെയാണ് നിൽക്കാറുള്ളത്, പക്ഷെ അത്രയും നിൽക്കാറില്ല. ഇനി നിങ്ങൾ ആലോചിക്കുക, ബൾക്കായിട്ട് തുളസിമാല, അതായത് തുളസിമാല ഒരാൾക്ക് ധരിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാറ്റി നിർത്തുക. ഞാൻ മറ്റൊരു വശത്തേക്കാണ് വരുന്നത്.
8 വർഷം വരെയാണ് ഒരു തുളസി ചെടിയുടെ ആയുസ്. പക്ഷെ അതുവരെ ആരും പോകാറില്ല. 2 വർഷം 3 വർഷം ഒക്കെ ആകുമ്പോഴേക്കും അത് തീരാറുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ആയുസേ ഉള്ളൂ തുളസി ചെടിക്ക്. അത്രയും നാട് പോലും അതിനെ ജീവിക്കാൻ അനുവദിക്കാതെ പിഴുതെടുത്ത് അതിൻ്റെ വേരുകളും അതിൻ്റെ സ്റ്റെം അതിൽ നിന്ന് ആണ് ഈ മാല ഉണ്ടാക്കുന്നത്, എടുക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളണം. തുളസി അങ്ങോട്ട് വളർത്തുക. തുളസി വളർത്തിയതിന് ശേഷം തുളസി മാല ഉണ്ടാക്കാൻ വേണ്ടി ആയുസ് എത്തുന്നതിന് മുമ്പ് തുളസി ചെടി പിഴുതെടുത്തിട്ടാണ് അതിനെ പിന്നെ നമ്മൾ ഫാക്ടറിയിൽ കൊണ്ടുപോയി ഇത് തുരന്ന് അങ്ങനെയാണിത് നിർമ്മിക്കുന്നത്. ഇപ്പം നല്ലപോലെ പിടികിട്ടിയല്ലോ. ഇനി വേണമെങ്കിൽ ആളുകൾക്ക് വേണമെങ്കിൽ പറയാമില്ല, ഒരു തുളസി അത് വീണ് അത് മരിച്ചതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം എടുക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഉണങ്ങിയതിന് ശേഷമാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും തുളസി മാല ഒരിക്കലും നമുക്ക് നിർമ്മിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു ദിവസം ഇത്രയും എണ്ണ ഉണങ്ങുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ചെടിയെ വളർത്തി കൊല്ലുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞു, ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. ഉപകരണത്തിൻ്റെ പേര് സഹിതം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു മരം വെട്ടുകാരനോ അല്ലെങ്കിൽ നിങ്ങളൊരു ചെടി പിഴുതെടുക്കാനോ അടുത്ത് ചെല്ലുമ്പോൾ ചെടി ഭയം കൊണ്ട് വിറയ്ക്കും. അതേസമയം മരം വെട്ടുന്ന ഒരുത്തൻ മഴുവുമായിട്ട് വെറുതെ ആ ചെടിയുടെ അടുത്ത് ചെന്ന് നിൽക്കാൻ ചെന്നാൽ അതിന് യാതൊരു വിറപ്പും ഇല്ല. പക്ഷെ നിങ്ങൾ പിഴുതെടുക്കാനാ ചെല്ലുന്നതെങ്കിൽ നിങ്ങളുടെ മാനസിക വ്യാപാരം അതിന് മനസ്സിലാവുകയും ആ ചെടി നിന്ന് കിലുകില വിറയ്ക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുണ്യം കിട്ടുമെന്ന് കരുതി ഈ തുളസി ചെടി പിഴുവാൻ ചെല്ലുമ്പോൾ ആ തുളസി ചെടി കിടുകിടാ വിറയ്ക്കും. ശരിക്കും ആളുകൾ പശുവിനെയും ആടിനെയും വളർത്തിയിട്ട് നമ്മൾ കൊല്ലാൻ കൊടുക്കാറുണ്ട്. അതുപോലെ ഒരു തുളസി ചെടിയെ അതിൻ്റെ ആയുസ് തീരുന്നത് വരെ ജീവിക്കാൻ അനുവദിക്കാതെ അതിനെ പിഴുതെടുത്ത് നിങ്ങൾ തുളസിമാല നിർമ്മിക്കുന്നു എങ്കിൽ അത് ഭയങ്കരമായ കഷ്ടമാണ്, അത് മഹാപാപമാണ് എന്നാണ് ഞാൻ പറയുന്നത്. പശുവിനെ കൊല്ലരുത്, പശു കൃഷ്ണന്റെ വാഹനമാണെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ചില നിരീശ്വരവാദികളും മറ്റും പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ, കോഴിയൊക്കെ വിചാരിക്കും ഞങ്ങളും ആരുടെയെങ്കിലും വാഹനമായിരുന്നെങ്കിൽ, ഞങ്ങൾക്കും ഒരു ദൈവീകത ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ കൊല്ലത്തില്ലായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ തുളസി ചെടിയുടെ അടുത്ത് നിൽക്കുന്ന സാധാരണ ചെടികൾ വിചാരിക്കും ഒരുപക്ഷെ നമ്മൾ തുളസി ആകാഞ്ഞത് ഭാഗ്യം ആയിരുന്നെങ്കിൽ ഇപ്പം നമ്മളെയും പിഴുതെടുത്ത് ജീവിക്കാൻ അനുവദിക്കാതെ നമ്മുടെ ആയുസ് ഇവിടെ വെച്ച് തീർത്തേനെ. സാധാരണഗതിയിൽ മൃഗങ്ങളുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ വാഹനമായതുകൊണ്ട് പശുവിനെയൊക്കെ കൊല്ലുന്നതിനെതിരാണ്. അതുകൊണ്ട് പശുവൊക്കെ ഒരു പരിധിവരെ നോർത്ത് ഇന്ത്യയിലെങ്കിലും രക്ഷപ്പെട്ടു. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണന് പ്രിയപ്പെട്ടതായതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു? അത് ആയുസ് തീരുന്നതിന് മുമ്പ് തന്നെ അതിനെ നമ്മൾ പിഴുതെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ചെടിയെ കൊല്ലുന്നു. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യൻ സൂത്രശാലിയാണ്. അതായത് മൃഗങ്ങളെ കൊന്നു തിന്നരുതെന്ന് പറയുമ്പോൾ ഇല്ല, സ്വാഭാവിക മരണം ആകുന്ന മൃഗങ്ങളെ ഞങ്ങൾ തിന്നത്തോളെന്ന് പറയുന്ന ബിരുദന്മാരുണ്ട്. അതുപോലെ ചെടിയെല്ലാം അങ്ങ് ഉണങ്ങി വീണിട്ട് ഞങ്ങൾ തുളസി എടുത്ത് മാലയിടും എന്നൊക്കെ പറയും. ഇനി അപ്പം അതുകൊണ്ട് എനിക്ക് ഒരാൾ തുളസി മാല ഇടുന്നത് കൊണ്ട് ഗുണമോ ദോഷമോ അതല്ല എൻ്റെ വിഷയം. ഒരു ചെടിയെ നമ്മൾ കൊല്ലുന്നത് ആലോചിക്കുമ്പോൾ മാത്രമാണ് എനിക്കിതിനകത്ത് വിഷമം ഉള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. തുളസിമാല ധരിച്ചത് കൊണ്ടങ്ങ് വിഷ്ണു ലോകത്ത് പോകുമെന്നൊന്നും ആരും കരുതരുത്. നിങ്ങളുടെ കയ്യിലെ പ്രവൃത്തി അനുസരിച്ചാണ് നിങ്ങൾ വിഷ്ണു ലോകത്ത് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ആചാര്യന്മാർ തുളസിമാല ധരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ ഉദ്ദേശം തുളസിമാല ധരിക്കുമ്പോൾ ഒരു ഭയമുണ്ടാവുകയും ബ്രഹ്മചര്യം പാലിക്കുകയും മദ്യം കഴിക്കത്തില്ല, മാംസം കഴിക്കത്തില്ല, അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കത്തില്ല, അങ്ങനെയെങ്കിലും യുവന്മാർ നന്നായിക്കോട്ടെ എന്ന് കരുതിയായിരിക്കണം ഏതോ ആചാര്യന്മാർ ഇത് പറഞ്ഞു വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാകണമെങ്കിൽ ചിന്തകൾ നിലയ്ക്കണം. അത് പറഞ്ഞിട്ടുള്ളത് കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണൻ്റെ ബുദ്ധാവതാര കാലത്ത്
സകല ചിന്തകളും നിലയ്ക്കുമ്പോൾ ആത്മാവിന് ശാന്തി വരും. ശാന്തി വരുമ്പോൾ നിങ്ങൾ നന്മ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നന്മ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവന്റെ അടുക്കൽ നിങ്ങൾ എത്താം. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളിങ്ങനെ മറ്റുള്ളവരോട് കോപിക്കുക, കുറ്റം പറയുക, അന്യൻ്റെ ഭാര്യ ആഗ്രഹിക്കുക, ഇതൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവരോട് വികാരങ്ങൾ തോന്നുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് തുളസിമാല ധരിച്ചിട്ട് ഒരു കാര്യവുമില്ല. തുളസിമാല ധരിച്ചത് കൊണ്ട് മാത്രം വിഷ്ണു ലോകത്തെത്തും, ബാക്കി നമുക്ക് വായി തോന്നുന്ന ചെയ്യാം എന്ന് കരുതരുത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് മനഃശുദ്ധിയാണ്. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക. ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ നിങ്ങൾ ചെയ്യുക. അപ്പം ആത്മശാന്തി വരും. ആത്മശാന്തി വന്നു കഴിഞ്ഞാൽ നന്മയുണ്ടാകും. അതോടുകൂടി നിങ്ങൾക്ക് വൈകുണ്ഠത്തേക്ക്, നിങ്ങളുടെ ഇഷ്ടദേവന്റെ സമീപത്തേക്ക് പോകാൻ പറ്റും. അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, മാല ഉണ്ടാക്കാനൊന്നും വേണ്ടി നിങ്ങൾ ഈ തുളസിയെ കൊല്ലരുതേ. അതിനെ നട്ടുവളർത്ത്. അത് സ്വാഭാവികമായി വീഴുമ്പോൾ അതെടുത്ത് നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നിർമ്മിച്ചോ. അപ്പം ഇത്രയും ബൾക്കായിട്ട് പറ്റില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ഭക്തി ബിസിനസ് ആക്കരുതേ. ദയവ് ചെയ്ത് ഭക്തി ബിസിനസ് ആക്കരുതേ. തുളസിയെ വെറുതെ വിടൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.